ഐഷത്തുൽ ഷംന നമുക്കൊപ്പം ചേരുകയാണ്. ഷംന, വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ്. കുന്നത്തൂർ മേട് നോർത്തിലാണ് നമ്മളുള്ളത്. ഈ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പോളിംഗ് ബൂത്ത് കൂടിയാണ് കുന്നത്തൂർ മേട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വോട്ട് രേഖപ്പെടുത്താൻ ഇവിടെയാണ് വരിക. ബൂത്ത് നമ്പർ 2-ലാണ്. കുന്നത്തൂർ മേട് നോർത്ത് ബൂത്ത് നമ്പർ 2-ലാണ്. ഇന്നലെ കോടതി ജാമ്യം അനുവദിച്ച സ്ഥിതിക്ക് രാഹുൽ ഇന്ന് എത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ പ്രകാരം രാഹുൽ ഉച്ചയോടുകൂടി തന്നെ ഇവിടെ എത്തും. നേരിട്ടെത്തി തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധ നേടുന്ന ഒരു പോളിംഗ് ബൂത്ത് കൂടിയാണ് കുന്നത്തൂർ മേട്. എന്തായാലും പാലക്കാടിലെ ഒരു പൊതുചിത്രം എടുക്കുകയാണെങ്കിൽ രാവിലെ തന്നെ വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. 3054 പോളിംഗ് ബൂത്തുകളാണ് ഈ ജില്ലയിലുടനീളം ഉള്ളത്. എല്ലായിടത്തും 7 മണിക്ക് മുമ്പായി തന്നെ വലിയ ക്യൂ ഒക്കെയാണ്. ഇപ്പോൾ കുന്നത്തൂർ മേടിലും അത് തന്നെയാണ് സ്ഥിതി. വലിയ ക്യൂ രാവിലെ 7 മണിക്ക് മുമ്പായി തന്നെ ഈ ഒരു നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. ആളുകളൊക്കെ ഈ പാലക്കാട് പൊതുവേ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ ചൂടും വെയിലൊക്കെ വരുന്നതിന് മുൻപ് തന്നെ വോട്ട് രേഖപ്പെടുത്തി പോകാം എന്നൊരു ലക്ഷ്യത്തോടു കൂടി അങ്ങനെ എത്തുകയാണ്. ചേച്ചി, എന്താണ് MLA വരുമോ? MLA ഇവിടെയാണ് വോട്ട്. പ്രതീക്ഷിക്കാം അല്ലേ ചേച്ചി? എന്തോ MLA വരുമോ? വരണം, വോട്ട് ചെയ്യണം. അതന്നെയാണ് SKN. MLA വരണം. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായി MLA ഒളിവിലാണ്. ഈ ആരോപണങ്ങളും കേസും ഒക്കെ വന്നതിനെ തുടർന്ന് പിന്നീട് ആരും MLA കണ്ടിട്ടില്ല. ഇന്നലെയാണ് ഒരു താൽക്കാലിക ആശ്വാസം എന്നെങ്കിലും പറയാവുന്ന തരത്തിൽ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നത്. അതേ തുടർന്ന് ഇന്ന് എത്താൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, നേരത്തെയൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഈ ആരോപണം ഉയർന്ന സമയത്ത് ഏകദേശം 1 മാസത്തിലധികം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മണ്ഡലത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് വന്നപ്പോൾ മണ്ഡലത്തിൽ വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് MLA ഓഫീസിലെ കാര്യങ്ങളാണെങ്കിലും പുറത്തു നിന്നൊക്കെ ആണെങ്കിലും. അതിനുശേഷം പിന്നീട് UDF സ്ഥാനാർത്ഥികളുടെ ഈ പ്രചാരണ പരിപാടികളിലടക്കം ഈ നേതാക്കളെ അടക്കം ധിക്കരിച്ചുകൊണ്ടായിരുന്നു പ്രചാരണ പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നത്. അതൊക്കെ തിരിച്ചടിയാകുമോ എന്ന്, UDFന് തിരിച്ചടിയാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ BJPയിലെ വിഭാഗീയത പ്രശ്നം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടിയാണ്. CPMനെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് CPI CPM തർക്കം, ഈ മറ്റൊന്ന് കോൺഗ്രസിനും ഈ CPMനും ഒക്കെ ഉണ്ടായിരുന്ന ഈ വിമത ശല്യം, ഇതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വളരെയധികം മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ. നമുക്കിപ്പം ഐഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് ചേർന്ന് കുന്നത്തൂർ മേട് പോളിംഗ് ബൂത്തിൽ നിന്നാണ് നമുക്കിപ്പം ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.